ഞാൻ പറഞ്ഞതിലേ എന്ത് തെറ്റാള്ളത്? എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. കള്ളം മരിക്കണതിന് മുന്നേ എല്ലാവരും നമ്മളെ പേരിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണ്. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരിൽ കിട്ടുക ഒരിക്കലും ഇല്ല. ഇത്ത എന്താച്ച കാട്ടിക്കോളി. ഞങ്ങൾക്ക് ഏതായാലേ ഇമ്മാന്റെ ഒരു മുതലും വേണ്ട. ഇത്താന്റെ സംസാരം കേട്ടാ വിചാരിക്കല്ല ഇമ്മ ഇന്നെ മരിക്കുന്നുള്ളത്. അമ്മയുടെ സംസാരാണ് ഇത്താക്ക്. അല്ലേ ഇജിപ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രമേ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാണ്? ഇന്നൊക്കെ 10 ദിവസം കഴിഞ്ഞ് ഇമ്മ പനിച്ചിട്ട് ആ കട്ടുമ്മ കെടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഒരു മാറ്റം ഇല്ല. ഇതൊക്കെ തന്നെ പറഞ്ഞത് വയസ്സായ സൂക്കട് എന്നുള്ളതേ. മനെ കണ്ടാലും അത്ര വലിയ വയസ്സൊന്നും തോന്നിക്കൂലെങ്കിലും മന്റെ ഉള്ളിൽ വയസ്സായിക്കണ്. അപ്പൊ എല്ലാത്തിനും നമ്മളൊരു മുൻകരുതൽ എടുക്കണതേ നല്ലതിനാണ്. ഇനി ആ കട്ടുമെന്ന് എണീക്കോന്നുള്ളത് ഇക്ക് തോന്നണില്ല. അതിനില്ലാത്ത സൂക്കട് വല്ലതുണ്ടോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇനി ഇല്ലാത്ത കുന്ത്രാണ്ടങ്ങളൊന്നും ഇല്ല. അതിന്റെ അടുക്കാണ് ഈ പനി വന്നിക്കണത്. അപ്പൊ മാറണില്ല. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കല്? എല്ലായിട്ടും നമ്മളൊരു മുൻകരുതൽ എടുത്തുകാണ്ട് ആദ്യം തന്നെ ഒരു കരുതൽ എടുക്കണത് നല്ലതാണ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ പറ്റി ചൂടാൻ മാത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇക്ക് എന്നോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീട്ടിലെ മൂത്ത മരുമോളെ ഞാനാണ്. അപ്പളേ ഞാനാണ് ഇവിടെ ആദ്യം വന്ന് കേറിയിരിക്കുന്നത്. ഇജാണ് പിന്നെ അതിന്റെ ശേഷം ഇജാണ് വന്ന് കേറിയിരിക്കുന്നത്. പക്ഷെ മൂത്ത മരുമോൾക്കാണ് ഇമ്മാന്റെ സ്ഥാനം. അത് മറക്കണ്ട ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇമ്മ ഉണ്ട്, ഇമ്മാനോട് ചോദിക്കണമെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി എല്ലാതും ഇന്നോട് ചോദിച്ചാൽ മതി. ഇമ്മ ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇത്ത എന്താച്ച കാണിച്ചു കൂട്ടി. ഞാനേ ഇമ്മാക്കുള്ള മരുന്ന് കൊടുക്കട്ടെ പോയിട്ട്. പക്ഷെ ഇത്ത ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്താക്കും ഇതുപോലെ ഉമ്മ ഉണ്ട് എന്നുള്ളത് ഇട്ടാ ആ ബോധമുള്ളതേ നല്ലതാണ്. ഓ അല്ലേ, ഓൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ആ അല്ലേലും എനിക്ക് നല്ലോ അറിയാം ഓളെ ഇമ്മാനെ മൺചട്ടി നടക്കണതേ ഈ പേരും പറമ്പ് ഓളെ പേരിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നടക്കൂല മോളെ. അനക്കേ നല്ല ഈ പേരും പറമ്പേ പേരിലാക്കി തരാം ഞാൻ. മൂത്ത മരുവാളെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഈ പേരും പറമ്പും കിട്ടും. ഇതുപോലത്തെ ഒരു പേരുണ്ടാക്കണമെങ്കിൽ എത്ര പൈസ വെച്ചിട്ടാണ്? ആഹാ, മരുന്ന് എടുത്താന്ന് ഇപ്പതാ ഞാനാണ്ട് പോയിട്ടുള്ളൂ. പിന്നെ അതേ കെടുത്ത അവിടെ കിടന്ന ഇങ്ങനെ ചുരുണ്ടു കൂടി കിടന്നിട്ടാട്ടമ്മ അമ്മാന്റെ അസുഖം മാറാത്തത്. ഡോക്ടർ വരെ ഉമ്മാനോട് എന്താ പറഞ്ഞത്? ഈ കെടുത്തം കിടന്നിട്ടേ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് അസുഖം മാറാത്തതെന്നല്ലേ. ഈ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം എന്നുള്ളതേ ഡോക്ടർ പറഞ്ഞതല്ലേ ഉമ്മാനോട്. എന്തേ അനക്ക് വേണ്ടേ സ്വത്തൊന്നും? ഈ മുദ്ര പേപ്പർ ഒന്നും തയ്യാറാക്കണില്ലേ? പിന്നെ ഞങ്ങൾക്ക് സ്വത്ത് വേണല്ലോ. അതിന് മുദ്ര പേപ്പറിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മ. ഇക്കാന്റെ ഏക സ്വത്താണ് ഈ ഉമ്മ. ആ സ്വത്ത് മതി ഞങ്ങൾക്ക്. ഇതിലും വലിയ സ്വത്തൊന്നേ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട. ഇമ്മ ഇങ്ങനെ അടഞ്ഞു കെടുക്കാൻ നിൽക്കല്ലേ. ഇമ്മ ഒന്ന് എണീറ്റ് വരും. ഇങ്ങനെ അടഞ്ഞു കിടന്നാൽ തന്നെ അസുഖം കൂടുള്ളൂ. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. ഇമ്മ വരിട്ട. ഞാൻ ഈ റൂമിൽ വരുമ്പോ ഇവിടെ ഇങ്ങനെ കെടുക്കണ കാണാൻ പാടില്ല കേട്ടോ. ഇമ്മ എണീറ്റ് വരും. ഒരു മോനും മോളും ഞാൻ മരിക്കാൻ കാത്തിക്കാണ്. മുദ്ര പേപ്പറും കൊടുങ്ങാണ്ട് ഒപ്പിടിയിപ്പിക്കാൻ, ഈ പേരും പറമ്പും കൈക്കലാക്കാൻ. ഒരാളാണെങ്കിലോ ഒന്നും വേണ്ട, ഞാൻ മാത്രം മതി എന്നറിഞ്ഞിട്ട് 2 മക്കളിൽ ഞാൻ പ്രസവിച്ച തന്നെയാണെന്ന് ആലോചിക്കുമ്പോഴാണ് കാലം പോയൊരു പോക്കേ. തള്ളനെ കാട്ടിയും വലുതാണ് ഇപ്പോഴത്തെ കാലത്ത് സ്വത്തും മുതലും. സ്വത്തും മുതലിന്റെ മുന്നിൽ ഒന്നുമല്ല. തള്ള എവിടെ, തന്ത എവിടെ, ഒന്നുമില്ല. സ്വത്തും മുതലാണ് ഇപ്പോഴത്തെ കാലത്ത് വലുത്. അവർക്കും മക്കള് വളരുന്നുണ്ടെന്നുള്ള ബോധവും ഇല്ല. കാലം പോയൊരു പോക്കേ. ഇനി എന്തെല്ലാം ആണാവും. കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോ സ്വത്തിനും വേണ്ടി തള്ളനും തന്തനും കൊന്നിടുന്ന കാലാവും. ഇപ്പൊ ഒരു പനി വന്നപ്പോ ഈ പേരന്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തത്തെ ആൾക്കാരോട് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ജനിപ്പിച്ച മോനാണ് മുദ്ര പേപ്പറും കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്, ഞാൻ മരിക്കാൻ കാത്തിക്കുക എന്നുള്ളത്. പഠിച്ചോനെ എന്തെല്ലാം കാണും കേൾക്കും വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇമ്മങ്ങളോ ഓനോട് പറഞ്ഞേ പറ്റുള്ളൂ. എന്താപ്പത്? ഓനക്ക് ആകെപ്പാടെ ഒരു പെങ്ങളുള്ളല്ലേ ഞാന്. ഇക്ക് കുറച്ച് പൈസ ഓനക്ക് സഹായിച്ചു തരാൻ പറ്റൂല? കല്യാണത്തിന് ഏതായാലും ഓനക്ക് പണ്ടൊന്നും തന്നിട്ടില്ല, കൂടുതലൊന്നും. ഇപ്പല്ലേ തന്നിക്കണത്. നിങ്ങൾ ഇപ്പം കൂടിയാണ് എനിക്ക് തന്നിക്കണത്. പക്ഷെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. മേലും കൈ വേദന ഒന്ന് മാറി. കുഞ്ഞോളെ ഈ പേരൊന്ന് പൊളിച്ചിങ്ങാണ്ട് 2 നില ആക്കാന് ഓക്ക് തന്നേ പറ്റുള്ളൂ കുറച്ച് പൈസ. ഇന്റെക്കാന്റെ കയ്യിലൊന്നും ഇല്ല. ഇന്റെക്കാന്റെ കയ്യിൽ എവിടുന്നാണ് സ്വത്ത് പാകം ഇരിക്കണായിട്ട് നിങ്ങൾ കണക്കാക്കി കാളി. ഞാൻ അങ്ങനെ കണക്കാക്കിയാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല.
എന്തായാലും ഇപ്പ അടുത്ത കാലത്ത് ഒന്നും ആ കട്ടുമ്പൊന്നും നീക്കൂല. ഞങ്ങൾക്ക് എന്തായാലും ആ പെര എഴുതി തരും ചെയ്യും. ഇക്കാനോട് ഞാൻ പറഞ്ഞിരിക്കണു മുദ്ര പേപ്പർ റെഡിയാക്കി വെക്കാൻ. ഇക്ക അതേപോലെ ചെയ്യും. അപ്പൊ ഇത് ഞങ്ങളെ പേരിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മേലക്ക് 2 റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പൊളിച്ച് നേരാക്കാൻ ഇക്കാവൻ പൈസ തന്നേ പറ്റുള്ളൂ. ഒരു 2-3-4 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തന്നേ പറ്റുള്ളൂ. ഇത്രയും കാലം പെങ്ങൾക്കിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു 2-3-4 ലക്ഷം ഉറുപ്പ്യല്ലേ ഞാൻ ചോദിക്കണുള്ളൂ. വേറെ എന്തെങ്കിലും ഞാൻ ചോദിക്കണ്ട? വേറെ ഒന്നും ഞാൻ ചോദിക്കണില്ല. അല്ല, നിങ്ങളെ പേരെ തട്ടിട്ടിട്ടും വാർപ്പ് ചെയ്തിട്ടും നടക്കണ്ടല്ലേ. ഇക്കില്ല ആഗ്രഹം 2 നില പേരന്റെ ഉള്ളിൽ കെടുക്കാനൊക്കെ. ഏതായാലും ഉമ്മ ഞങ്ങളെ പേർക്ക് ഈ പേര എഴുതി വെച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ മൂത്ത മരിയോളെ പേർക്ക് തന്നെ എഴുതി വെച്ച് തരുള്ളൂ. രണ്ടാമത്തെ മരിയോൾക്ക് എന്തിനാണ് പേരയും പറമ്പൊക്കെ? ഓൾക്ക് നല്ല കുറച്ചുള്ളോടത്ത് തന്നെയാണ് ഓള് വന്നിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓനോട് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് 2-3-4 ലക്ഷം ഉറുപ്പ്യ തരാന്. ഞാൻ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ പറഞ്ഞു തന്നെ ഓനോട് പറഞ്ഞാളി. അല്ല, ഓനോ എന്റെ പെണ്ണുങ്ങളെ പണ്ടുണ്ടല്ലോ ഓനക്ക് കുറച്ച് തോന, അതുകൊണ്ട് വിറ്റിട്ട് തരാൻ പറയും. അതുണ്ടല്ലോ ഓന് അൽമാറയിൽ ഇങ്ങനെ പൂത്തി വെച്ചിട്ട് അതുകൊണ്ട് തരാൻ പറയും. അല്ല പിന്നെ എന്നാ ശരി, ഞാൻ വെക്കാണ്. ഇന്നോട് നിങ്ങളൊന്നും ഇങ്ങോട്ട് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ ഉമ്മാനെ വന്ന് കണ്ടുപോയില്ല. ഇവിടെ ഉമ്മാനെ നിങ്ങൾ വന്ന് കണ്ടുപോയില്ല. എന്നാലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഉമ്മ എന്നാ ഞാൻ ആ കട്ടുമെന്ന് നീക്കുന്നുള്ളത്? ഇക്കൊരു ഉറപ്പില്ല. പിന്നെ 10 ദിവസം കൊണ്ട് മാറാത്ത പനിയല്ല ഇന്ന് നാളെ കൊണ്ട് മാറില്ല. എനിക്ക് തോന്നണില്ല. എന്റെ പൊന്നോ, ഇളച്ചിക്ക് എന്താ ചിട്ടാ ഇമ്മാന്ന് വെച്ച ജീവനാണ്. ഓളെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കോ ഇമ്മന്നെ ഓൾക്ക് സ്വത്തായിട്ട് മതി എന്നുള്ളത്. അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞു നോക്കണ്ടേ. പുതുക്കത്തിൽ എല്ലാരും അങ്ങനെ തന്നെ പറയുള്ളൂ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു നോക്കണ്ടേ. തള്ളേ കുറച്ചൊന്നല്ല ഇതിന്റെ ഉള്ളിൽ ഭരണം നടത്തിയിരിക്കുന്നത്. ഇനി ഞാനും തള്ളനെന്നിട്ട് പൂട്ടട്ടെ. ആദ്യേ ആ മുദ്ര പേപ്പറിൽ ഇങ്ങോട്ട് ഒപ്പിട്ട് തെറ്റ തള്ള അതിക്ക് എങ്ങനെയെങ്കിലും ഒപ്പിടിപ്പിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതി. 3-4 ലക്ഷം ഉറുപ്പ്യ ഓനോട് ഇക്ക് തരാൻ തന്നെ നിങ്ങൾ പറയണം. അതിലൊപ്പുറം ഒന്നുമില്ല. വേറൊരു അപ്പീൽ അതിലേക്ക് പറയാനില്ല. എന്നാ ശരി, ഞാൻ വെക്കാണ്. അല്ലേ ചോദിക്കുമ്പോഴൊന്നും ഓരോരുത്ത് പൈസ ഇല്ല. ഓർക്ക് ഓരോ കാര്യങ്ങളൊക്കെ നടക്കാണ്ട്. ഇപ്പൊ ഓസിക്ക് ഒരു പേരും പറമ്പ് കിട്ടാൻ നിൽക്കുമ്പോ എന്റെ ഉമ്മാക്ക് കുറച്ച് ഇടച്ചിൽ കുറച്ച് കൂടുതലല്ല. പിന്നെ എന്റെ ഉമ്മാന്റെ ഒരു സാധാപം കണ്ട വിചാരിക്കും. അല്ല പിന്നെ ഗ്യാസൊക്കെ ഒന്ന് പുതിയത് മാറ്റണം. മറ്റേ ചില്ലിന്റെ ഗ്യാസ് ആക്കണം. ഇവിടെ പെയിന്റ് അടിക്കണം. വെള്ള പെയിന്റ് വേണ്ടാന്ന് പറയണക്കാനോട് വേറെ പെയിന്റ് ഒക്കെ അടിക്കാൻ പറയണം. എല്ലാം ഒന്നും നടക്കൂല. വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കരി മൊത്തമാവും. കരിയുള്ളത് അപ്പം അറിയണം. പിന്നെ ആ വാൾപേപ്പർ ഒട്ടിക്കാൻ പറയണം. ഒക്കെ റെഡിയാക്കണം. കുഞ്ഞോളെ കഞ്ഞിവാള അയക്കണം. ഇമ്മ നിങ്ങളെന്തിനാ ഈ വെച്ചാതൊട്ട് നീച്ച് വന്നിക്കണത്? നിങ്ങൾ അവിടെ പോയി കൊടുന്നോലേ. നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനമാണെങ്കിലും ഞാൻ അവിടെ കൊടുന്നേരാം. നിങ്ങൾ ഈ വെച്ചാതൊട്ട് എന്തിനാ നീച്ച് വരണേ? ഇച്ചി നിർത്തടി. ഇച്ചേ പറഞ്ഞ് എവിടുക്കാണ് ഇച്ചി? ഒരു 4 ദിവസം ഞാൻ പനിച്ചു കിടന്നപ്പോ ഇച്ചി ഈ പേരും പറമ്പും പേരിലാക്കാൻ നോക്കിയല്ലോ. ഇച്ചി എന്നെ കെടുത്തി കാലാകാലിന്റെ കെടുത്താന്ന് വിചാരിച്ചിന്ന് ഇച്ചി? അല്ല, അറിയാൻ പാടി എന്നോട് ചോദിക്കാണ്. ഇച്ചു എന്റെ കെട്ടിയാനും കൂടി 2 ദിവസം ആയാലും ഇപ്പൊ മുദ്ര പേപ്പറിന് നടക്കണത്. എവിടെയാണ് മുദ്ര പേപ്പർ കൊടുക്കണോന്ന്? എന്താ ഇപ്പൊ ഓളെ പൂതിന്നറിയോ? മുദ്ര പേപ്പറിന് നടക്കണ്, പെര തട്ടിടാൻ നടക്കണ്. ഇത് ആള് തിരക്കടില്ലല്ലോടി. ചാക്കിക്കൊത്ത ശങ്കരന്റെ മാർക്ക് എന്റെ മകൾക്ക് കിട്ടിയതോ അന്നെ പോലത്തെ ഒരു പെണ്ണിന്. രണ്ടും കണക്കാ. അല്ലടി, അൻ്റോടുണ്ടല്ലോ ഒറ്റി ഇല്ലേ? അന്റെ പെറ്റ തള്ളല്ലേ? അതിങ്ങനെ വയ്യാതെ കെടുക്കുമ്പോഴേ അതിന്റെ സ്വത്ത് മുതല് ഇജ് മുദ്ര പേപ്പറിൽ എഴുതി വാങ്ങാൻ നിൽക്കുവോ? അല്ല, ഇജാണോ പഠിച്ചോന് ഇന്റെ മരണം കാത്ത് കെടുക്കാന് ആണോന്ന്? ബോധാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ബോധം കെട്ടി കിടന്നുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറയ്യല്ലോ കൊണ്ടേറ്റ്. നിങ്ങൾ ആൾക്കാർ തിരക്കടിയല്ല ഇജി. എന്താ പറച്ചിലവിടെ കെടുന്നോളി. ഒറ്റ വന്നുകാണ്ട് എന്നോട് നീച്ച് നടക്കാൻ പറയാ. ഇജിന്റെ കട്ടുമ്പോ തന്നെ കെടുത്താൻ പറയാ. ഇജ് ആള് തിരക്കടിയല്ലോ. എത്ര കൊല്ലം മുന്നേ കേറി വന്നതാടി ഇതിന്റെ ഉള്ളില്. ഇപ്പൊ വന്ന ഓളക്കാട്ടി കൂടുതൽ എനിക്ക് ഇന്ന അറിയില്ലടി. എടി, അന്നൊരു വാക്കോണ്ട് പോലെങ്കിലും ഞാൻ ഇവിടെ നോവിച്ചിക്കണ. ഇജ് വന്ന് കേറി മുതലേ നോവിച്ചിക്കണ. അതും ഞാൻ സ്വന്തം മകളായിട്ടല്ലടി അന്നെ ഞാൻ കണക്കൂട്ടിന്നത്. എന്നിട്ട് ഒരു നേരം വെജാതെ കിടന്നപ്പോത്തിന് ഇജ് എനിക്ക് മുദ്ര പേപ്പർ ഉണ്ടാക്കാൻ നോക്കല്ലേ? വേറെന്തൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നടി അനക്കും എന്റെ മാപ്പിളക്കും? പറയും. ഇത്രയും കാലം ഞാൻ അന്നെങ്ങനെ വിചാരിച്ചിട്ടില്ല. അന്നെ മനസ്സിലാക്കാനേ, എന്റെ മകനെ മനസ്സിലാക്കാനേ 10 ദിവസമൊക്കെ ആ കട്ടുമ്പോ കെടുക്കേണ്ടി വന്ന്. അതുണ്ടായത് അതിന് പടച്ചോൻ കാണിച്ചു തന്നതാണ് എനിക്ക് ഈ ഒരു പനി.
ഓള് എന്നിട്ട് മുദ്ര പേപ്പർ ഉണ്ടാക്കാൻ നടക്കണം, ഈ പെരും പറമ്പും ഓളെ പേരിലാക്കാൻ നടക്കണം. അനക്ക് കിട്ടിയാൽ തന്നെ ഈ പെരും പറമ്പും മനക്കോട്ട കെട്ടി നടക്കുള്ളൂ. ഇപ്പൊ അടുത്ത കാലത്തൊന്നും എനിക്ക് വെച്ചാതായിട്ട് നിങ്ങൾ വിചാരിക്കണം മരിക്കും ഒന്നും പറ്റൂല. നിങ്ങളെ ആൾക്കാർ തിരക്കടില്ലല്ല. എടി അനക്കുണ്ട് മക്കള് വളരണേ, അന്റെ മക്കള് കാട്ടുമ്പോൾ അനക്ക് അതിന്റെ വേദന അറിയുള്ളൂ. ഇജു ഇന്നെ പോലെ 10 മാസേ കൊണ്ടുവന്ന് പെറ്റതന്നെ ലൈറ്റങ്ങള് അവര് വലുതായിട്ട് പെണ്ണ് കെട്ടിയിട്ട് അവനും അവന്റെ പെണ്ണുങ്ങളും അങ്ങനെ കാട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വേദന അറിയുള്ളൂ എന്താന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞത് കുറിച്ച് വെച്ചോ, അന്റെ മനസ്സിൽ ഇത് കുറിച്ച് വെച്ചോ. അന്റെ ആങ്ങള ഉണ്ടല്ലോ, അന്റെ ഉമ്മാനെ ഇതുപോലെ കാട്ടുകയെന്നുണ്ടെങ്കിൽ എടി അനക്ക് വേദന ഉണ്ടാവുക. കാട്ടണം, അനക്കൊക്കെ എന്താ വേണ്ടെന്ന് അറിയോ, ഇങ്ങനെ തന്നെ കിട്ടണം. അന്റെ ഉമ്മാക്ക് ഇന്ന പോലത്തെ ഗതി വരണോ. അല്ല ഇജ്ജൊക്കെ അല്ലേ മകള്, ഇജ്ജ് ചിലപ്പോ കാട്ടിക്കൂടായില്ല സ്വത്തിനും വേണ്ടിയിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മട്ടും ദുഷിച്ച മനസ്സാണ്. അല്ല ഇപ്പൊ അന്റെ തള്ളനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതെന്ത് പറ്റി ഇന്റെ മകൻ കാട്ടുന്നത് ഇപ്പൊ ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ലേ, അതേപോലെ അല്ലേ നിങ്ങളൊക്കെ കാട്ടുന്നതിന് എന്റെ തള്ളനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊന്നും പയച്ചിട്ടില്ല. ഇത്ര ഒരു ദൂഷിച്ച മനസ്സാലോടി എന്റേത്. ഓള് ഞാൻ കെടുക്കാൻ കാത്തിക്കണ്. ഓള് സ്വത്തിനും മുതലിനും എനക്കേ നല്ല കിട്ടും ഈ സ്വത്ത് മുതൽ. ഇത് നല്ലോ മനക്കോട്ട കെട്ടി നടക്കട്ടാ. ഓഹോ, അവന്റെ സൂക്കടൊക്കെ മാറിയെന്നാ തോന്നുന്നത്. അവളെപ്പോഴത്തെ കാലത്തൊന്നും പോവില്ലാന്നാ തോന്നുന്നത്. പക്ഷേ എന്തൊക്കെ സ്വപ്നം ഞാൻ കണ്ട്, പേരിലാക്കണതും മൂത്തച്ചി ഭരണം ഇവിടെ നടത്താൻ എന്തൊക്കെ ഞാൻ കണ്ട്, ഒക്കെ വളർത്തി വര പോലെ. ഇവിടെ പെയിന്റ് അല്ല, ഞാൻ ഒന്നും അടിച്ചു വരും.